നോക്കാം. ഇപ്പോൾ വ്യോമയാന വിദഗ്ധൻ ശ്രീ രഘുനാഥ് നായർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ രഘുനാഥ് നായർ, ഇപ്പോൾ നമ്മളെല്ലാവരും ആ വലിയ വിമാന ദുരന്തത്തിന്റെ, രാജ്യം കണ്ട ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാന ദുരന്തത്തിന്റെ നടുക്കത്തിലാണ്. മരണസംഖ്യ അനുനിമിഷം ഉയരുന്ന ഒരു സാഹചര്യം മുന്നിൽ നിൽക്കുന്നുണ്ട്. പല കണക്കുകൾ വരുന്നുണ്ട്. ഈ ആശങ്കകൾക്കിടയിലെല്ലാം നമ്മൾ ഉറ്റുനോക്കുന്നത് എങ്ങനെ ഈ സുരക്ഷിതമായ ഒരു ബോയിങ്, ലോകത്തിലെ തന്നെ സുരക്ഷിതമായ വിമാനങ്ങളിൽ ഒന്ന്, ഇത്തരത്തിൽ വലിയൊരു അപകടം, അത് 30 സെക്കൻഡിനുള്ളിൽ ടേക്ക് ഓഫ് ചെയ്തതിനു ശേഷം അപകടത്തിൽപ്പെടുക, അതെങ്ങനെ സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം തേടുകയാണ്. അന്വേഷണ സംഘം അവിടെ പരിശോധനകൾ നടത്തുന്നുണ്ട്. പലതരത്തിലുള്ള വിലയിരുത്തലുകളും പ്രാഥമിക നിരീക്ഷണങ്ങളുമൊക്കെ ഈ ഘട്ടത്തിൽ വന്ന സാഹചര്യം കൂടിയാണ്. എന്നാലും ഈ ഇരട്ട എഞ്ചിനുള്ള ഈ വിമാനം അത് എങ്ങനെ ഈ 30 സെക്കൻഡിനുള്ളിൽ ഇത്ര വലിയൊരു ദുരന്തത്തിലേക്ക് ചെന്നെത്തപ്പെട്ടു? ഏതൊക്കെ തരത്തിലുള്ള സാധ്യതകളാണ് നമുക്ക് മുന്നിലുള്ളത്? ഇപ്പോ നമുക്ക് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും സാധ്യതകൾ നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കും. ഒന്നാമത്തെ കാര്യം, ഇപ്പൊ വിമാനം വെച്ചാലും പഴയതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 40 വർഷം ഒരു 10 വർഷമായ വിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പഴക്കമല്ല, തീർച്ചയായിട്ടും പുതിയ തന്നെയാണ്. ഇവിടെ നമ്മൾ നോക്കേണ്ട 2-3 കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഈ വിമാനത്തിന്റെ മെയിൻ്റനൻസ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് റുട്ടീൻ മെയിൻ്റനൻസ് ഉണ്ട്, ഡെയിലി ചെക്കപ്പ് ഉണ്ട്, ഓരോ ഫ്ലൈറ്റിന് മുമ്പ് ഇതിന് ചെക്കപ്പ് ഉണ്ട്. അത് വിട്ട് കഴിഞ്ഞാൽ 12 മുതൽ 18 മാസം മുതൽ 4 മാസം വരെയുള്ള ആ ഗ്യാപ്പിനകത്ത് ഇതിനകത്തൊരു ടൈപ്പ് സി മെയിൻ്റനൻസ് ഉണ്ട്. ടൈപ്പ് സി മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ ഒരു മേജർ സർവീസിങ് തന്നെയാണ്. കുറേ ദിവസത്തേക്ക് ഈ വിമാനം സർവീസിംഗ് MRO ഫെസിലിറ്റി കയറ്റിയിട്ട് അവിടെ അതിനെ മുഴുവൻ അഴിച്ച് അതിനകത്ത് മിക്കവാറും എല്ലാ കോമ്പണൻസും ചെക്ക് ചെയ്ത് അവിടെ സർവീസിംഗ് എല്ലാം ചെയ്ത് അതിനെ തിരിച്ച് ഫിറ്റ് ചെയ്തിട്ട് അത് കുറേ ദിവസങ്ങൾ എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് എവറി 2 years ചെയ്യണം. പിന്നെ എവറി 12 years, 6 to 12 years പറയുന്ന ടൈപ്പ് ഡി മെയിൻ്റനൻസ് ഉണ്ട്. ടൈപ്പ് ഡി എന്ന് പറയുന്നത് അത് ഓവറോളിംഗ് തന്നെയാണ്. ഓവറോളിംഗ് എന്ന് പറഞ്ഞാൽ വിമാനം കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ട് അതിനെ ഓവറോൾ ചെയ്തിട്ട് അതിനകത്ത് ഈവൻ കമ്പയറിങ്ങും അതുപോലെ മിക്കവാറും പൈപ്പ് ലൈൻസും അതും ഇതെല്ലാം മാറിയിട്ട് തിരിച്ച് ഇതിനെ ചെയ്ത് ഏകദേശം ഒരു പുതിയ വിമാനം പോലെ ആക്കി അതിന്റെ എയർ ഫ്രെയിം മാത്രം, ആ സ്ട്രക്ചർ മാത്രം നിലനിർത്തി ബാക്കിയെല്ലാം മാറ്റി കൊണ്ടുവരുന്ന ഒരു സംവിധാനമാണ്. പിന്നെ എഞ്ചിന്റെ ലൈഫ് വിമാനത്തിന്റെ ലൈഫായിട്ട് വ്യത്യാസമുണ്ട്. ഈ എയർക്രാഫ്റ്റിന്റെ ലൈഫ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒന്ന് എയർ ഫ്രെയിം ലൈഫ് എന്ന് പറയും, അതായത് വിമാനം ടോട്ടലി പറക്കുന്ന ആ ഒരു ലൈഫാണ്. അതായത് എയർ ഫ്രെയിം ലൈഫ് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂർ പറന്നു എന്നുള്ളത്. എഞ്ചിൻ ലൈഫ് എന്ന് പറഞ്ഞാൽ എഞ്ചിൻ എത്ര മണിക്കൂർ ഉപയോഗിച്ചു എന്നുള്ളത് എയർ ഫ്രെയിം ലൈഫിനേക്കാളും താരതമ്യേന കുറവായിരിക്കും. അപ്പോൾ ഒരു വിമാനത്തിന്റെ ലൈഫ് സൈക്കിളിൽ തന്നെ എഞ്ചിൻ പല പ്രാവശ്യം മാറ്റേണ്ട ആവശ്യമൊക്കെ വരും. പക്ഷെ ഇവിടെ GE90 എഞ്ചിൻസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ വിമാനത്തിലെ ഡ്രീം ലൈനറിൽ എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ GE90 ടൈപ്പ് ഒരു എഞ്ചിൻ ഫെയിലായി എന്നുള്ള ഒരു മെസ്സേജ് ആയിരുന്നു ആദ്യം, ബേർഡ് ഹൈറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. GE90 ഈ എഞ്ചിന്റെ പർട്ടിക്കുലർലി ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമാനത്തിൽ ഫുൾ ലോഡ് ഉണ്ടെങ്കിലും ഒരു എഞ്ചിൻ മാത്രമായിട്ട് 15,000 അടി വരെ ഉയരത്തിൽ ഇതിന് എത്താനായിട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു എഞ്ചിന് പോലും സാധിക്കാനുള്ള ശേഷിയുണ്ട്. അപ്പോൾ ഒരു എഞ്ചിൻ ഫെയിൽ ആയതുകൊണ്ട് അല്ല ഈ ക്രാഷ് നടന്നിരിക്കുന്നത്. ഇനി എഞ്ചിൻ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ തന്നെയല്ല, നമ്മൾ ആ ഒരു വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനിലാണ് ഈ വിമാനം പോയിട്ടുള്ളത്. ഒരു ശകലം പോലും ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ഒരു എഞ്ചിൻ ഫെയിൽ ആയാലും, അത് ബേർഡ് ഹൈറ്റ് ഉണ്ടായാലും ഫോറിൻ ഒബ്ജക്ട് ഡാമേജ് ആയാലും അല്ലാതെയുള്ള ഫെയിലിയർ ആയാലും, ഒരു എഞ്ചിൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ വിമാനം അതനുസരിച്ചിട്ട് ഏതെങ്കിലും ഒരു ദിശയിലേക്ക് ചെറിയൊരു ചരിവ് വരേണ്ടതാണ്. അത് വന്നിട്ടില്ല. സ്ട്രെയിറ്റ് ലൈനിൽ മാത്രം പോയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും 2 എഞ്ചിനും ഒന്നിൽ 2 ഫെയിൽ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ 2 ഫെയിൽ ആയിട്ടില്ല. ഇതാണ് ഈ സഡൻ ഡ്രോപ്പ് കാണുമ്പോൾ. അത് തന്നെയല്ല, പൈലറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ലോസ് ഓഫ് ത്രസ്റ്റ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 എഞ്ചിനും ഒന്നിച്ച് ഫെയിലാകുക എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു സംഭവമാണ്. അതിന് ഒരു പക്ഷേ ഒരു ഇലക്ട്രിക്കൽ ഫെയിലിയറോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു സോഫ്റ്റ്വെയറിന്റെ ഫെയിലിയറോ, ഇപ്പം എല്ലാം കംപ്ലീറ്റ്ലി സോഫ്റ്റ്വെയർ കൺട്രോൾഡ് ആയതുകൊണ്ട് ഒരു സോഫ്റ്റ്വെയറിന്റെ ഫെയിലിയറോ കൊണ്ട് അങ്ങനെ സംഭവിച്ചുകൂടായില്ല. തൊട്ടു മുമ്പ് ഒരു പരിശോധന നടത്തുമല്ലോ, ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൈലറ്റ്സിന് ആ അപായം, അത് ആ ഒരു തകരാറ് അതിന് തൊട്ടു മുമ്പ് കണ്ടെത്താൻ സാധിക്കില്ലേ? അറിയില്ല അതിന്റെ വിദഗ്ധ വശം. തീർച്ചയായിട്ടും ഇല്ല. കാരണം ടേക്ക് ഓഫിന് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടേൺ അറൗണ്ട് സർവീസ് എന്ന് അതിനെ പറയുക. ടേൺ അറൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ഇത് വന്നിട്ട് അഹമ്മദാബാദിൽ ലാൻഡ് ചെയ്തു, ഒരു കുഴപ്പമില്ലായിരുന്നു, ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ജസ്റ്റ് ഒരു പ്രിലിമിനറി ഇൻസ്പെക്ഷൻ ചുറ്റും നടന്നിട്ട് എഞ്ചിനകത്ത് എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ, ടയറിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്, ഓയിൽ ലെവൽ എങ്ങനെയാണ്, ഫ്യൂൽ ലെവൽ എങ്ങനെയാണ്,
അങ്ങനെയുള്ള ഒരു ജനറൽ ചെക്കപ്പ് മാത്രം. നമ്മൾ സാധാരണ രീതിയിൽ ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് എന്തൊക്കെയാ നോക്കുക, ഓയിൽ ഉണ്ടോ നോക്കും, ടയറിനകത്ത് കാറ്റുണ്ടോ നോക്കും, ഒരു പ്രിലിമിനറി ചെക്കപ്പ് അത്രേ നമ്മൾ ചെയ്യുന്നുള്ളൂ. നമ്മൾ വീട്ടിൽ എന്ന് പറഞ്ഞതുപോലെ ഇതുമായിട്ട് കമ്പയർ ചെയ്യാം. അതിനകത്ത് ഇങ്ങനെയുള്ള സാരമായ തകരാറുകൾ എന്തായാലും മുൻകൂട്ടി കാണാനായിട്ട് സാധിക്കില്ല. പിന്നെ ഇതിന്റെ ബാക്കിയുള്ള കംപ്ലീറ്റ് സിസ്റ്റംസും ചെക്ക് ചെയ്യാനായിട്ട് ഇതിനകത്ത് കമ്പ്യൂട്ടർ കൺട്രോൾഡ് തന്നെ, കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് തന്നെ ചെക്ക് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. അതിലും ഇപ്പോൾ ഒരു എഞ്ചിനിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസ് ഇഷ്യൂ വരികയാണെങ്കിൽ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. ഇത് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാതെ തന്നെ ഈ ചെക്കുകൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും മുൻകൂട്ടി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. രണ്ടാമത്, ഇതിനകത്ത് എഞ്ചിന്റെ ഫെയിലിയർ ആകാം, അല്ലാന്നുണ്ടെങ്കിൽ കൺട്രോൾ ഫെയിലിയർ ആകാം. ഇവിടെ ഏറ്റവും വലിയൊരു കോൺട്രവേഴ്സി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇതിന്റെ ഫ്ലാപ്പ് എക്സ്റ്റെൻഡഡ് അല്ല. ഈ തുടക്കത്തിൽ ഫ്ലാപ്പ് എക്സ്റ്റെൻഡഡ് ആയിരിക്കാം, പിന്നെ അത് റിട്രാക്ട് ആയി, പിന്നെ അതിന്റെ അണ്ടർ കാരേജ് വീലുകൾ അകത്തോട്ട് പോയിട്ടില്ല എന്ന് പറയുന്നത്. കാരണം വീലുകൾ ഒരു 200 to 400 ഫീറ്റ് ഹൈറ്റിൽ പോയി കഴിഞ്ഞാൽ അകത്തേക്ക് എടുക്കണം നിർബന്ധമായും. അത് അവരുടെ പൈലറ്റിന്റെ ഫ്ലൈങ് ഷെഡ്യൂളിലുള്ളതാണ്. കാരണം ഡ്രാഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വീല് 3 എക്സ്റ്റെൻഡഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് അത് വിമാനത്തിൽ കണ്ടമാനം ഡ്രാഗ് ഉണ്ടാവും. ഡ്രാഗ് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ഇതിന് ഈ ഹൈറ്റ് പിക്കപ്പ് ചെയ്യാനും എല്ലാം ഉള്ള സാധ്യതയെ അത് പരിമിതപ്പെടുത്തും. അപ്പൊ അത് നടന്നിട്ടില്ല. അതുപോലെ തന്നെ ഫ്ലാപ്പ് ഇത് ഏകദേശം ഒരു നല്ലൊരു ഓൾട്ടിറ്റ്യൂഡ്, അത് ഓരോ പ്ലെയിനും ഓരോ രീതിയിലാണ്. ഒരു ഓൾട്ടിറ്റ്യൂഡ് പിക്കപ്പ് ചെയ്യുന്നത് വരെ ഫ്ലാപ്പിനെ എക്സ്റ്റെൻഡഡ് അതിന്റെ ടേക്ക് ഓഫ് പൊസിഷനിൽ തന്നെ ഇരിക്കണം. പക്ഷെ ഇത് റിട്രാക്റ്റഡ് ആയിരുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത്, കാരണം പെട്ടെന്ന് തോന്നുന്നു ആദ്യം ഇത് ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം പിന്നീടാണ് അതിന്റെ ഹൈറ്റ് ലൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീൽസ്, അതായത് അണ്ടർ കാരേജ് റിട്രാക്ട് ചെയ്യേണ്ടതിന് പകരം ബൈ മിസ്റ്റേക്ക് ഫ്ലാപ്പ് റിട്രാക്ട് ചെയ്തോ എന്ന് സംശയിക്കാം ന്യായമായിട്ടും. അങ്ങനെ ഒരു പോസിബിലിറ്റി. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോക്പിറ്റിലെ CVR കിട്ടിക്കഴിഞ്ഞാൽ, കോക്പിറ്റ് വോയിസ് റെക്കോർഡറിന്റെ ഇൻഫർമേഷൻ ഒക്കെ കിട്ടിക്കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. ഇത് രണ്ടുപേരും എക്സ്പീരിയൻസ് പൈലറ്റ് ആണ്. ഒരാൾക്ക് 1000ന്റെ മേളിൽ എക്സ്പീരിയൻസ് ഉണ്ട്, ഒരാൾക്ക് 1300 മണിക്കൂറിന്റെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സാധ്യത കുറവാണ്. അത്തരത്തിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഓഫീസറും പൈലറ്റും ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വീഴ്ച സംഭവിക്കുമെന്ന് ആരും ആ ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. പിന്നെ ഒരു 2024 കഴിഞ്ഞ വർഷം ബോയിങ്ങിൽ നിന്ന് വിരമിച്ചിട്ടുള്ള ഒരു എംപ്ലോയി ഒരു സത്യം പറഞ്ഞ ഒരു വിസിൽ ബ്ലോവർ എന്നുള്ള രീതിയിൽ തന്നെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ 787ന്റെ ഫ്യൂസലേജ് ഒക്കെ ജോയിൻ ചെയ്യുമ്പോൾ. കാരണം ഇത് ഫ്യൂസലേജ് എന്ന് പറഞ്ഞ എഞ്ചിന്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ, വിങ് വേറെയാണ്, നടുക്കുള്ള ആ സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ആ ഒരു സ്ട്രക്ചറിനെയാണ് ഫ്യൂസലേജ് എന്ന് പറയുന്നത്. ഫ്യൂസലേജ് തന്നെ 2-3 പാർട്ടായിട്ട് ഇതിനെ ജോയിൻ ചെയ്യും. നട്ടും ബോൾട്ടും ഒക്കെ ഇട്ടിട്ട് ഇതിനെ ടൈറ്റ് ചെയ്ത് ജോയിൻ ചെയ്യും സെപ്പറേറ്റ് ആയിട്ട്. ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അതിനിടയ്ക്ക് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. ഒരു തലമുടിയുടെ അത്രയും ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. അതുപോലും കമ്പ്യൂട്ടറൈസ്ഡ് ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് അതിനെ ഫില്ല് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇവർ ഷോർട്ട് കട്ട് അടിക്കുന്നുണ്ട്, അത് ഫില്ല് ചെയ്യുന്നില്ല. ഇത് കാലങ്ങളാകുമ്പം സ്ട്രക്ചറിന് അത് ഭയങ്കരമായിട്ടുള്ള ഡാമേജ് ഉണ്ടാക്കും. പക്ഷെ ഇവിടെ ഒരു സ്ട്രക്ചറൽ ഡാമേജ് അല്ല നമ്മൾ കാണുന്നത്. അപ്പൊ അതുപോലെ ഒരുപാട് ഷോർട്ട് കട്ട് ഇവരുടെ എന്താ പറയാ മാനുഫാക്ചറിങ് ഫെസിലിറ്റിയിൽ അവർ ചെയ്യുന്നുണ്ട് എന്നൊരു വിസിൽ ബ്ലോവറുടെ റിപ്പോർട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും ആരും കാര്യമായിട്ടൊന്നും പരിഗണിച്ചിട്ടില്ല. അപ്പം ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ അതിനുള്ള അങ്ങനെ ഒരു ഫെയിലിയറിന്റെ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല, അത്രേ ഉള്ളൂ. നമ്മളിവിടെ ഇപ്പൊ ഈ കണ്ട ഈ വിഷ്വൽസ് കാണുമ്പോൾ അതിൽ നമ്മൾ കാര്യമായിട്ട് കാണുന്നില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാനന്ന് ആ വീഡിയോ നോക്കി കഴിഞ്ഞപ്പോൾ കണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസറും ഇതുപോലെ തന്നെ ടേക്ക് ഓഫ് പൊസിഷനിൽ അതിന്റെ ലീഡിങ് എഡ്ജ് കുറച്ച് പൊങ്ങിയിരിക്കുന്നതാണ്, അതും സ്റ്റേബിൾ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ഇനി പൈലറ്റ്സ് എറർ എന്ന് പറയാൻ പറ്റില്ല, അത്രയധികം പൈലറ്റ്സ് എറർ വരാൻ പറ്റത്തില്ല. കാരണം സീരീസ് ഓഫ് ഇൻസിഡൻസ് തന്നെയല്ല, പിന്നെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയാ, ഇതിനകത്ത് കോക്പിറ്റിൽ വാണിംഗ് തന്നെ വരും. ആ വാണിങ്ങിനെ അവർക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് വിഷ്വൽ വാണിങ്ങും ഓഡിയോ വാണിങ്ങും എല്ലാം വരും എന്തെങ്കിലും പ്രൊസീജിയർ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ മെയ്ഡേ കോൾ കൊടുത്തത് കോ പൈലറ്റ് ആണ് എന്ന് പറയുന്നുണ്ട്, ക്യാപ്റ്റൻ അല്ല. അപ്പൊ ഇനി ക്യാപ്റ്റൻ എന്തെങ്കിലും മനഃപൂർവ്വം ചെയ്തതാണോ, ആ ഒരു ആംഗിളിലും അന്വേഷണം നടക്കണം തീർച്ചയായിട്ടും. അതെ, ഇങ്ങനെ ഒരു വലിയ അപകടം നടക്കുമ്പോൾ സ്വാഭാവികമായും എല്ലാ ആംഗിളിലും നമ്മൾ പരിശോധന നടത്തണം എന്നുള്ളതാണ്. ഇപ്പോൾ താങ്കൾ ഒരുപാട് സാധ്യതകളെ കുറിച്ച് പറഞ്ഞു. അതെ, ഒരു ഇൻഫർമേഷനും കൂടി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എയർ ഇന്ത്യക്ക് DGCA ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പല പ്രാവശ്യമായിട്ടും ഈ ഇവരുടെ സെക്യൂരിറ്റി ലാബ്സിനെ കുറിച്ച് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഇതിനു മുമ്പ്. ഈവൻ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു പൈലറ്റിനെ ഇവർക്കൊരു ഇത്ര ഓരോ വിമാനത്തിനും ഇത്ര എക്സ്പീരിയൻസ് ഉള്ളവരെ പറപ്പിക്കണം എന്നൊക്കെയുള്ള കണക്കുകളൊക്കെ ഉണ്ട്, ഇത്ര മണിക്കൂർ എക്സ്പീരിയൻസ് ഉണ്ടാവണം എന്നൊക്കെ കണക്കുണ്ട്. അത് തെറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് വരെയും നോട്ടീസ് കൊടുത്തിട്ടുള്ള സംഭവങ്ങളുണ്ട്.
അപ്പം എയർ ഇന്ത്യയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പ്രോഫിറ്റബിൾ ആക്കാൻ വേണ്ടിയിട്ട്, ഭയങ്കര നഷ്ടത്തിൽ പോയിക്കൊണ്ടിരുന്ന ഒരു സാധനമാണല്ലോ, അതിനെ ടാറ്റ എടുത്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പ്രോഫിറ്റബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഇവരിതിന്റെ മെയിൻ്റനൻസിൽ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടോ, അതുപോലെ തന്നെ പഴയ കുറേ സ്റ്റാഫുകളെ പിരിച്ചു വിട്ടിട്ട് പുതിയ കുറേ മെയിൻ്റനൻസ് സ്റ്റാഫിനെ എടുത്തതിനകത്ത് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടോ അവരുടെ ക്വാളിറ്റിയിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഈ DCGയുടെ നോട്ടീസ് വന്നിട്ടും അവർ കാര്യമായിട്ട് വേണ്ട നടപടികൾ എടുത്തിട്ടില്ല. പക്ഷെ അതിന്റെ പുറത്ത് DGCA വേറെ ഒന്നും ചെയ്തിട്ടുമില്ല. അതിന് ടാറ്റ ആയതുകൊണ്ടാണോ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട് ഇതിനകത്ത്. പിന്നെ അത് തന്നെയല്ല, ഒരു അടുത്ത കാലം വരെ ഇവരുടെ മെയിൻ്റനൻസ് ചെയ്തിരുന്ന ടർക്കിഷ് കമ്പനികളല്ല. അപ്പൊ അത് പൂർണ്ണമായിട്ടും നിർത്തിയോ, ഇനി ഇതിനകത്തൊരു സബോട്ടേജ് ഉണ്ടോ എന്ന് കാര്യമായിട്ട് നമുക്ക് സംശയിക്കണം. തീർച്ചയായിട്ടും ഒരു സംശയമില്ല. പ്രത്യേകിച്ചും ഈ ടർക്കിയുടെ ആ ഒരു സ്റ്റാൻഡ്, ടർക്കിഷ് കമ്പനിയുടെ പേര് ഞാൻ ഇപ്പൊ പെട്ടെന്ന് ഓർക്കുന്നില്ല, അവര് ഈ ഇത് നഷ്ടത്തിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെയിൻ്റനൻസ് കോൺട്രാക്ട് ഏറ്റെടുക്കുന്നത്. അതിഭയങ്കരമായ നഷ്ടത്തിൽ, വേറെ ആരും കോട്ട് ചെയ്യാത്ത പ്രൈസിലാണ്. അപ്പൊ അവർക്ക് എന്തോ അതിനകത്ത് സ്ഥാപിതമായ താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ പെട്ടെന്ന് അവരെ ഒഴിവാക്കുമ്പോൾ അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നും നമുക്കറിയാൻ പറ്റില്ല. കാരണം ഈ 12 വർഷം കഴിഞ്ഞ് വരണം എന്ന് പറഞ്ഞാൽ മേജർ ഓവറോളിന്റെ ഒന്നിലും മേജർ ഓവറോളിംഗ് ഇപ്പൊ കഴിഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ അതിന് ഡ്യൂ ആകുന്ന ഒരു വിമാനമാണ്. അപ്പൊ ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇതിന്റെ സർവീസിങ് ഹിസ്റ്ററിയും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാൻ പറ്റും. അത് നമുക്കൊന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഇതിന്റെ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ. പിന്നെ എന്തെങ്കിലും ഇതിന്റെ ഈ ആക്സിഡന്റ് റിപ്പോർട്ട് കംപ്ലീറ്റ് വന്നതിന് ശേഷം നമുക്ക് എന്തെങ്കിലും അറിയാൻ പറ്റുള്ളൂ, എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ശ്രീ രഘുനാഥ് നായർ, ഈ ഘട്ടത്തിൽ വരുന്ന മറ്റൊരു അനുമാനം കൂടി, പലതരത്തിലുള്ള അനുമാനങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന സമയമാണ്. പലതിനും കൃത്യമായ ലോജിക്ക് പോലും ഇല്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ മറ്റൊന്ന്, ഈ പക്ഷികൾ ഇടിക്കാനുള്ള ഒരു സാധ്യതയെക്കുറിച്ച് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ ഒരു സാധ്യതയിലേക്ക് താങ്കൾ എങ്ങനെയാണ് ഉറ്റുനോക്കുന്നത്? ഇപ്പോഴത്തെ ആ വിഷ്വൽസിന്റെ അവൈലബിലിറ്റി ഉള്ളത് കൊണ്ടാണ് അതിനെ റൂൾ ഔട്ട് ചെയ്യുന്നത്. DGCA ബേർഡ് ഹിറ്റ് ഉണ്ടായി എന്ന് പറയുന്നു എന്ന് ഞാൻ എവിടെയോ വായിച്ചു, അത് ശരിയാണോ എന്നറിയില്ല. പക്ഷേ ബേർഡ് ഹിറ്റ് ഉണ്ടെങ്കിൽ ഇതിന്റെ ടേക്ക് ഓഫ് റണ്ണിന്റെ കംപ്ലീറ്റ് വീഡിയോ, ഇത് ടേക്ക് ഓഫ് ചെയ്യുന്നത്, റൺവേന്ന് ടേക്ക് ഓഫ് ചെയ്യുന്ന മുതൽ ഇത് ക്രാഷ് ആകുന്ന വരെയുള്ള വീഡിയോസ് അവൈലബിൾ ആണല്ലോ. 2 വീഡിയോ ക്ലിപ്പേ ഉള്ളൂ. അതില് എഞ്ചിനിൽ പക്ഷി ഇടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ എഞ്ചിന്റെ അകത്തുള്ളതെല്ലാം കൂടെ പിന്നെ വെളിയിലേക്ക് വരുന്നത്, തീയും പുകയും ഡെബ്രീസും ഒക്കെ ആയിട്ട് സാധനങ്ങളെല്ലാം വെളിയിലേക്ക് വരുന്നത് വളരെ ക്ലിയർ ആയിട്ട് ഇതിനകത്ത് അങ്ങ് പുറകിൽ നിന്ന് കാണാൻ പറ്റണമല്ലോ. അപ്പൊ ഇതിന്റെ പുറകിൽ എഞ്ചിനിൽ നിന്ന് യാതൊന്നും പുറത്തേക്ക് വരുന്നതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് ഒരു ബേർഡ് ഹൈറ്റിന്റെ പോസിബിലിറ്റി റൂൾ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഒരു തോന്നല്. അത് തന്നെയല്ല, പക്ഷികൾ ഇടിച്ചപ്പോൾ 2 എഞ്ചിനിലും ഒരുപോലെ പക്ഷികൾ ഇടിച്ചിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പോലും പിന്നെ പൈലറ്റിന്റെ ഭാഗത്തു നിന്ന് ബേർഡ് ഹിറ്റിന്റെ സമയത്ത് ആ ഒരു ബേർഡ് ഹിറ്റ് എന്നുള്ള ഒരു വാക്കെങ്കിലും വരണ്ടേ. ഇവിടെ ആകെ വന്നിരിക്കുന്നത് മേഡേ മെസ്സേജ് മാത്രമാണ്. അപ്പം ഒരു ബേർഡ് ഹിറ്റിന്റെ പോസിബിലിറ്റി, അല്ലെങ്കിൽ നമുക്ക് വിഷ്വൽസിൽ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. പറയുന്നത് ത്രസ്റ്റ് ലഭിക്കുന്നില്ല എന്നതായിരുന്നല്ലോ. അതെ, ത്രസ്റ്റ് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഉദ്ദേശിച്ചത് എന്തായിരുന്നായിരിക്കാം? ത്രസ്റ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ ബേസിക്കലി ത്രസ്റ്റ് കിട്ടുന്നില്ല, ലിഫ്റ്റ് കിട്ടുന്നില്ല, ഇത് രണ്ടുമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു വിഷ്വലിൽ ഞാൻ കണ്ടായിരുന്നു, അതിൽ വിത്ത് സൗണ്ട് ഉള്ള ഒരു വിഷ്വൽ ഞാൻ കണ്ടായിരുന്നു. എയർക്രാഫ്റ്റിന്റെ എഞ്ചിന്റെ സൗണ്ടോട് കൂടിയ ഒരു വിഷ്വൽ ഞാൻ കണ്ടായിരുന്നു. അതിൽ ത്രസ്റ്റിലെ എഞ്ചിൻ ഫെയിൽ ആണെന്നുണ്ടെങ്കിൽ ആ സൗണ്ട് ഇല്ലാതെ ആവണം. പക്ഷെ ആ സൗണ്ട് ഇല്ലാതെ ആയിട്ടില്ല, സൗണ്ട് കുറഞ്ഞിട്ട് പോലും ഇല്ല. അപ്പൊ ത്രസ്റ്റ് കിട്ടുന്നില്ല, ലിഫ്റ്റ് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അത് മറ്റുള്ള എക്സ്റ്റേണൽ റീസൺസ് കൊണ്ട്, എഞ്ചിൻ ഫെയിലിയർ മാത്രമല്ല, എഞ്ചിൻ ഫെയിലിയർ സംഭവിക്കാതെ തന്നെ എക്സ്റ്റേണൽ റീസൺസ്, ഞാൻ ഈ പറഞ്ഞ പോലെ ഫ്ലാപ്പ് കംപ്ലീറ്റ്ലി റിട്രാക്റ്റഡ് ആണ് എന്ന് വന്നു കഴിഞ്ഞാലും ഈ അതിന് പിന്നെ ഹൈറ്റ് ഗെയിൻ ചെയ്യാനായിട്ടുള്ള ലിഫ്റ്റ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് കുറയുന്നുണ്ട്. അപ്പൊ ലിഫ്റ്റ് കിട്ടാത്തതുകൊണ്ട് അവർ ത്രസ്റ്റ് കിട്ടുന്നില്ല എന്ന് പറയുന്നത്. കാരണം അല്ലെങ്കിൽ എഞ്ചിൻ RPM ഡ്രോപ്പ് ഉണ്ടെങ്കിൽ, എഞ്ചിൻ ഫെയിൽ ആണെങ്കിൽ അവർ പറയേണ്ടത് എഞ്ചിൻ ഫെയിൽഡ് എന്നല്ലേ പറയേണ്ടത്, ത്രസ്റ്റ് കിട്ടുന്നില്ല എന്ന് പറയുന്നത്. അപ്പൊ എഞ്ചിൻ ഫെയിൽ ആണെങ്കിൽ അതിനകത്ത് കോക്പിറ്റിൽ ഇൻഡിക്കേഷൻ വരും. എന്തെങ്കിലും കാരണവശാൽ എഞ്ചിനിൽ ഒരു ഫയറോ എഞ്ചിനിൽ ഫെയിലോ, പ്രഷർ ഡ്രോപ്പ് ഉണ്ടാവും, അതിനകത്ത് ഹൈഡ്രോളിക് പ്രഷർ ഡ്രോപ്പ് ചെയ്യും, ഫ്യൂൽ പ്രഷറിനകത്ത് വ്യത്യാസം വരും. അപ്പൊ ഇതെല്ലാം കോക്പിറ്റിൽ കൃത്യമായിട്ടുള്ള ഇൻഡിക്കേഷൻസ് കിട്ടുന്നതാണ്. പക്ഷെ ഇവര് ത്രസ്റ്റ് കിട്ടുന്നില്ല, ലിഫ്റ്റ് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഇതൊരു മറ്റുള്ള ഒരു എന്താ പറയാ, അതിന്റെ കൺട്രോൾസ് സംബന്ധിച്ച് ഒരു പ്രശ്നമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ എഞ്ചിൻ 2 ഫെയിലായി കഴിഞ്ഞാൽ അപ്പം എഞ്ചിൻ സീസ്ഡ് എന്നല്ലേ അവർ പറയേണ്ടത്. ഈ കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ ഉള്ള കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയുള്ളൂ. പക്ഷെ ഇങ്ങനെയുള്ള ഈ ത്രസ്റ്റ് കിട്ടുന്നില്ല എന്നത് പറഞ്ഞതുകൊണ്ട് എല്ലാവരും ആ എഞ്ചിനാണല്ലോ ത്രസ്റ്റ് ബേസിക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് എഞ്ചിനാണ്. അതുകൊണ്ട് എല്ലാവരും എഞ്ചിന്റെ പുറത്തേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ എഞ്ചിൻ ഫെയിലാകുകയാണെങ്കിൽ തന്നെ രണ്ടും കൂടെ ഒന്നിച്ച് ഫെയിലായെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു പോസിബിലിറ്റി ആണ്. 2 എഞ്ചിനും ഒന്നിച്ച്, കാരണം ഒരു എഞ്ചിനായിട്ട് ഫെയിൽ ആയതാണെങ്കിൽ മറ്റേ എഞ്ചിന് ഒറ്റയ്ക്ക് ഇതിനെ 15,000 അടി വരെ എടുത്തുകൊണ്ട് പോകാനുള്ള കഴിവുണ്ട്, ഹൈറ്റിൽ ഓൾട്ടിറ്റ്യൂഡിൽ കൊണ്ടുപോകാനുള്ള കഴിവുണ്ട്. വിമാനത്തിൽ തീർച്ചയായിട്ടും ഏത് എഞ്ചിനാണോ ഫെയിൽ ആയത് അതനുസരിച്ച് ഒരു ഡയറക്ഷനിലേക്ക് ഒരു തിരിവ് വരണം, വിമാനം തിരിയണം.
തിരിഞ്ഞിട്ടില്ല. സ്ട്രെയിറ്റ് ലൈനായിട്ട് നൂല് പിടിച്ച പോലെയാണ് ഇത് പോയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2 എഞ്ചിനും ഫെയിൽ ആയിട്ടുണ്ടാവും. അതിന് പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. തീർച്ചയായും. അപ്പോൾ ഇനിയിപ്പോൾ ഈ കോക്പിറ്റ് റെക്കോർഡർ, ഡാറ്റ റെക്കോർഡർ, ബ്ലാക്ക് ബോക്സിന്റെ പരിശോധന ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് വ്യക്തമായ ഒരു ചിത്രം മനസ്സിലാവുകയുള്ളൂ. ഇന്നത്തെ ഈ ഒരു ദിവസത്തിലെ പ്രാഥമിക അന്വേഷണത്തിൽ നമുക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ള കൃത്യമായ ധാരണയിലേക്ക് എത്താമെന്ന് പ്രതീക്ഷിക്കേണ്ട, അങ്ങനെയാണോ? ആ ഒരു ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ഒരു മാസങ്ങളെടുക്കും. ഇപ്പം മംഗലാപുരത്തെ ആക്സിഡന്റിന്റെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് വരാനായിട്ട്, കോഴിക്കോട്ടെ ആക്സിഡന്റിന്റെ 2 വർഷം എടുത്തില്ലേ. ഇതിപ്പോ 2, 3, 4, 5 ചില കേസിൽ അത്രയും വർഷങ്ങളെടുക്കും. ഇത് കുറച്ചും കൂടെ താരതമ്യേന ഈസി ആയിരിക്കും, വിഷ്വൽസ് അവൈലബിൾ ആയതുകൊണ്ട് കുറച്ചും കൂടെ പെട്ടെന്ന് കിട്ടും. എന്നാലും ഇതിന്റെ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ട് ഒരു റിപ്പോർട്ട് കിട്ടാനായിട്ട് നമുക്ക് മാസങ്ങളെടുക്കും, ഒരുപാട് സമയമെടുക്കും. പിന്നെ അതുവരെ ഉള്ളതെല്ലാം സ്പെക്കുലേഷൻസ് ആണ്. കാരണം ഇതിന്റെ എക്സ്പേർട്സ് ഇപ്പോൾ ബോയിങ് കമ്പനി ഇതിനകത്ത് ഇടപെടും, DGCA ഇടപെടും. പിന്നെ അത് തന്നെയല്ല, ഇനി മെയിൻ്റനൻസ് ഫെസിലിറ്റിയിൽ എന്തെങ്കിലും സബോട്ടേജോ അല്ലെ അങ്ങനെയുള്ള ഒരു കൃത്രിമം നടന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഇനി അവരെല്ലാം വിളിച്ച് ചോദ്യം ചെയ്യും. ഇത് വലിയൊരു പ്രൊസീജിയർ, ഒരു വലിയ കേസ് കണ്ടുപിടിക്കുന്ന പോലെ തന്നെയുള്ള ഒരു പ്രൊസീജിയർ ആണ്. അപ്പം സമയമെടുക്കും. ഓക്കെ, വളരെ നന്ദി ശ്രീ രഘുനാഥ് നായർ ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന്. വ്യോമയാന വിദഗ്ധൻ ശ്രീ രഘുനാഥ് നായരാണ് ഈ ഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേർന്നത്.